എന്താ ഇവർ ഓൺലൈൻ അയ്യോ ഇത് ഇങ്ങനെയായിരുന്നു നിന്റെ ആ കുർത്തയല്ലേ ഇത് ഇത്രയും ഭംഗിയായ ഒരു ഫ്രോക്കായി മാറിയോ എന്നൊക്കെ ഈ അമ്മ ചോദിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ബാക്കിയുള്ളവർക്കും ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയല്ലോ എന്നുള്ളത്. ആക്ച്വലി പറഞ്ഞ 2 ബിഗ് ഷോപ്പർ നിറയെ എൻ്റെ ഫേവററ്റ് ഡ്രസ്സസ് ഞാൻ ഹാരയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കുറച്ച് സംസാരിച്ചു, ലൈക്ക് ഇന്ന സാധനങ്ങളാണ് എൻ്റെ ഉള്ളത്. പലതും കുർത്താസ് ആണ്, കുറെ ഫ്രോക്സ് ഉണ്ട്, ടോപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കൃത്യം അത് കഴിഞ്ഞ് ഷീ ട്രാവലിംഗ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ ചേച്ചിക്ക് എൻ്റെ ഒരു മൂഡ് ബോർഡ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് അയക്കാം, ചേച്ചി ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇത്രയൊക്കെ വർക്ക് ചെയ്യാനുണ്ടോ? ഇങ്ങനെ കുറച്ച് ഡ്രസ്സ് കൊടുത്ത് ഇപ്പുറത്ത് കട്ട് ചെയ്ത് 2 പീസ് എടുത്ത് അപ്പുറത്ത് വയ്ക്കുക, അപ്പുറത്ത് 2 പീസ് കട്ട് ചെയ്ത് ഇപ്പുറത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു അപ്സൈക്ലിംഗ് മോഡൽ. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് PDF ആയിട്ട് ആളൊരു പ്രസന്റേഷൻ എടുത്ത് അയക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ അത് വിട്ടുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വർക്ക് ഇതിലുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ടറായിരുന്നു എനിക്കത്. ദാറ്റ് ഷീ ഹാസ് വർക്ക് ദാറ്റ് മച്ച് ഫോർ മൈ ടേൺസ്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇതിട്ട് എന്തെങ്കിലും ഞാനത് കാര്യമായിട്ട് ഒരു ഷൂട്ട് പോലെ തന്നെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഒരു ദിവസത്തിലെത്തി നിൽക്കുന്നത്. ഐ എം സോ ഹാപ്പി. ഇത് കണ്ടിട്ട് എൻ്റെ പേരൻസിനെ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓഫീസിലെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.